ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. ജങ്കുക്ക് താഴെയിട്ട് ഹീറോ ചോദിച്ചു എന്ത് പറ്റിയിടാ എന്ന് ചെയ്തു. ഒന്നുമില്ല. അത് ജങ്കുക്ക് പറയാൻ തുടങ്ങി. ഓൾറെഡി എനിക്ക് ഡിവോഴ്സ് ഇത്ര വർഷമായി. ഇവൻ പറഞ്ഞു ഷോക്കായി. എന്ത് ബേബി ചെറിയ കുട്ടിക്ക് അതെ അപ്പോളേ ഡിവോഴ്സ് ചെയ്തേയുള്ളൂ, എനിക്ക് സെറ്റ് ചെയ്യലായിരുന്നു. ശരി, അപ്പോൾ ഇപ്പോൾ എന്താ? അതിപ്പോൾ ന്യൂസ് റിലീസായത് അവളുടെ അവൾക്ക് മാരേജായി. ഇത് കേട്ടോ ഹീറോ ഷോക്ക്. അങ്ങനെയാണോ? അതെ അതെ, അങ്ങനെ എനിക്ക് അറേഞ്ച് മാരേജോ ലവ് മാരേജോ എന്തല്ല, നീ തെറ്റിയിരിക്കാൻ വേണ്ട ആ പറഞ്ഞു. ഹീറോയിൻ ഷോക്കായി. അങ്ങനെയാണോ? ആ, എന്ത് പറഞ്ഞൊരു കാര്യമില്ല. ഏളേൻ്റെ പുറകെ ടോർച്ച് ചെയ്തായിരുന്നു. പിന്നെ വീട്ടിൽ അമ്മ പെണ്ണിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടു, ഇല്ല സൂസൈഡ് ചെയ്യും, ഇല്ല എന്നെ മാരേജ് കഴിച്ചില്ല, അങ്ങനെ ഒരു മെറ്റായിരുന്നു. അവൾക്ക് എന്നെ നല്ല ഇൻട്രസ്റ്റ് പോയി. അതുകൊണ്ട് ഏതോ ഒരു ബിസിനസ് മാനെ മാരേജ് കഴിച്ച് സെറ്റിലായി. അങ്ങനെ ജങ്കുക്ക് പറയാൻ തുടങ്ങി. അങ്ങനെയാണോ? അതെ അതെ, ഇവളിപ്പോൾ പെഗ്നറ്റാണ്. ഇത് കിട്ടി ഹീറോ ഷോക്ക്. അതെ അതെ, എന്താ പോസ്റ്റ് കൊടുത്തിന് കണ്ടോ? ഷോക്കായി ഹീറോയ്ക്ക്. ശരി ഓക്കെ, ജങ്കുക്ക് പറയും നീ റെഡി ആയിട്ട് വാ, ഞാൻ താഴെ പോകുന്നതെന്ന്. ഹീറോ അവിടുന്ന് താഴെ പോകുമെന്ന്. ജങ്കുക്ക് അവിടുന്ന് കുളിച്ച് ബ്രഷായിട്ട് താഴെ ഇറങ്ങിയിട്ട് പോയിരുന്നു. ഹീറോയും എല്ലോണം വരാൻ തുടങ്ങി. റോസി നോക്ക്, എന്താ ഇവള് നടക്കുന്നത് ശരിയില്ലല്ലോ, എന്ത് പറ്റി ഇവക്ക്? ഹീറോയിനോട് വന്ന് കേൾക്കാൻ തുടങ്ങി. റോസി പറയാൻ തുടങ്ങി, എന്ത് പറ്റിടി? അപ്പോൾ റോസിൻ്റെ എനിക്ക് എന്താ കാല്? ആ റോസി പറയാൻ തുടങ്ങി. അയ്യോ അതൊന്നും എൻ്റെ, ഞാൻ മറയിൽ ജാറി വീണ, അതുകൊണ്ട് എൻ്റെ കാല് വേദന. അങ്ങനെ റോസി പറയാൻ തുടങ്ങി. റോസി പറഞ്ഞു. റോസി ഹാ, എനിക്കെന്ത് സംഭവിച്ച? റോസി ചോദിച്ചു കഴിഞ്ഞ് ഹീറോയി പറയാൻ തുടങ്ങി. അതേ നിലമടി എനിക്ക്. ഹാ, ഞാനൊരു ഞാനൊരു പാട്ട് പാടിയാണ് പോയി, സോപ്പ് താഴെ വീണായിരുന്നു. ഞാൻ കുപ്പി തേടുമ്പോൾ താഴെ ഇടുമ്പോൾ ഷാമ്പു താഴെ വീണു, ഞാനും മറയിൽ ജാറി വീണു, എൻ്റെ ഇടുപ്പ് പൊളഞ്ഞ്. ഇതാണ് റോസിനോട് പറഞ്ഞത്. റോസിന് മനസ്സിലായിരിക്കാം ഞാൻ വേറെ കാര്യത്തിലോ കളവ് പറഞ്ഞു, ഇവള് ഇങ്ങനെ പറഞ്ഞു. ഒരുപോലെ ജാറിട്ട് വീണതായിരിക്കോ? ജാറിട്ട് വീണതാ? അങ്ങനെ ഒരുപോലെ അങ്ങനെ എന്തായിരിക്കും, അല്ലാതെ ഇവ ടെൻഷനുള്ളൂ, അങ്ങനെ ഒന്നും നടന്നിരിക്കല. റോസി അങ്ങനെ വിചാരിച്ച്. ശരിക്കും പറഞ്ഞാൽ അവ ജാറിട്ട് വീണതല്ല, എന്നെ ചുമ്മാ കളവ് പറഞ്ഞ റോസി മതി. ഹീറോയെ സമാധാനമായി. അയ്യോ കളവ് പറഞ്ഞത് ശരിയായി, ഇവൻ നടുവ് വിളിച്ചെന്ന് കാര്യം പറയാതെ നല്ലത് എന്ന് ഹീറോയെ മനസ്സിലിരിക്കാൻ തുടങ്ങി. അങ്ങനെ ജങ്കുക്ക് കേട്ട് ജങ്കുക്ക് ചിരിക്കാൻ വന്നു. ജങ്കുക്ക് ചിരിക്കാൻ തുടങ്ങി. അർജുൻ ചോദിച്ചു എന്താണ് പറ്റി? ഒന്നില്ല എന്ന് ഹീറോയി പറയാൻ തുടങ്ങി. അങ്ങനെ കൊണ്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ജങ്കുക്ക് പറയുന്നുണ്ട് ടിക്കറ്റ്. ഹീറോയ്ക്ക് ടിക്കറ്റ് കൊടുത്തു. ഹീറോയി ടിക്കറ്റ് ഇത് പ്രൈസ് ജങ്കുക്ക് കൊടുക്കാൻ തീർച്ചയായിരുന്നു ഹീറോയി. അതുകൊണ്ട് ഹീറോയെ കുറിച്ച് ഫ്രഷായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി. അതിന് ജങ്കുക്ക് പാട്ട് ഡാൻസെല്ലാം പാടി ഡാൻസ് പാട്ടാട് കൂടുമ്പോൾ ഹീറോയിനെ കണ്ട് ജങ്കുക്ക് ഹാപ്പിയായി. ജങ്കുക്ക് പാട്ട് ഡാൻസ് പാടി ഹീറോയിനെ നോക്കി സ്മക്ക് ചെയ്ത് തുടങ്ങി. ടക്കത് കണ്ണടിക്കും. ഹീറോയ്ക്ക് വീടെല്ലാം വിഷായി പിൻകാൻ തുടങ്ങി. മച്ചി എൻ്റെ ഹസ്ബൻഡ് എന്നെ സൈറ്റ് അടിക്കുക ക്രഷ്. അയ്യോ കണ്ണടിച്ച് മച്ചി കണ്ണടിച്ച് എന്ന് ഹീറോയി വെക്കത്തിൽ പിങ്കായിട്ട് തയ്ക്കതാക്കിയ റോസി. അയ്യോ തയ്ക്കണ്ടടി എന്നെ തല്ലിയറുത് എന്ന്. അപ്പോൾ റോസി നോക്കുമ്പോൾ അവിടുത്തെ ഒരു പെണ്ണുണ്ടായിരുന്നു, സ്റ്റെല്ല പറയുന്ന പെണ്ണ്. സ്റ്റെല്ല പറഞ്ഞു എടി മച്ചി ജങ്കുക്ക് എന്നെ കണ്ണടിച്ചിടി എന്ന് സ്റ്റെല്ല പറഞ്ഞു. സ്റ്റെല്ലൻ്റെ അടുത്തുള്ള പെണ്ണ് അതേ ഞാൻ നോക്കി നിന്നെ കണ്ണടിച്ചതാ. ഹീറോയ്ക്ക് ടെൻഷനായി. ഹീറോയ്ക്ക് എടി എൻ്റെ ഹസ്ബൻഡ് എന്നെ സെറ്റ് അടിച്ചത്, നീ എന്നടാ നിന്നെ സെറ്റ് അടിക്കുക? സ്റ്റെല്ല എന്തായാലും ജങ്കുക്കായിട്ട് സംസാരിക്കണം, നാളാണ് ഫാമിലി ഇങ്ങനെ കുറേ ആളായി. നാളെ വരാമെന്ന് പറഞ്ഞു ഹീറോയി. ശരി ഓക്കെ നാളെ വരാൻ ജങ്കുക്ക് മീറ്റ് ചെയ്യാമെന്നു. അങ്ങനെ ഹീറോയി പോയി. രാത്രി ജങ്കുക്കരോട് പറയുന്നത് നീ എന്നെ അങ്ങനെ കണ്ണടിച്ച? ജങ്കു കേട്ടെ എന്ത് പറ്റിയോ? ഒന്നില്ല ചുമ്മാ പ്രാങ്ക് ചെയ്താ, ഒരു ഗോള് നിന്നെ സൈറ്റ് അടിച്ചോ, നീ എന്നെ അവളെ കണ്ണടിച്ച് പറഞ്ഞു. അല്ലടി ഞാൻ ശരിക്കും പറഞ്ഞ് എന്നെ കണ്ണടിച്ച. ജങ്കക്ക് കുറുമി കാട്ടാൻ തുടങ്ങി. അയ്യോ ഇടിപ്പിക്കില്ലണ്ട മാമിയാണ് ബേബി വന്ന് ഹക്കിച്ചത്. എല്ലാ രാത്രിയായോ ഉറങ്ങിയിരുന്നു. പിന്നെ രാവിലെ ഹീറോയി കോളേജിലേക്ക് പോയി. അങ്ങനെയായിട്ട് സ്റ്റെല്ല പഠിക്കുന്ന അതേ കോളേജിലാണ് സ്റ്റെല്ല പഠിക്കുന്നത്. ഹീറോയി പഠിക്കുന്ന കോളേജിലാണ്. അങ്ങനെ ഹീറോയിനെ ജങ്കുക്ക് പറഞ്ഞു ഞാൻ തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യാം. മാസ്കറിട്ട് വന്ന് ജങ്കുക്ക് വന്ന് ഹീറോയിനെ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ഹീറോയെ കാറിൽ ഇറങ്ങി. ബായ് ജങ്കുക്ക് എന്നെ ഹക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. സ്റ്റെല്ല നോക്കാൻ തുടങ്ങി. ഇത് ജങ്കുക്ക് മാത്രമേ ഉണ്ടല്ലോ, ഒരുപോലെ ജങ്കുക്കിന് അത് കാറിൽ ഇവിടെ ഇറങ്ങി വരുന്നതാ, ഒരുപോലെ ഹസ്ബൻഡോ വൈഫോ ആവും ഗേൾ ഫ്രണ്ടോ? അങ്ങനെ എന്തും ഉണ്ടാവില്ല. അങ്ങനെ സ്റ്റെല്ല അവിടെ നിന്ന് പോയി. സ്റ്റെല്ല ചോദിച്ചു ആരാ കാറ്? അതൊന്നുമില്ല, അതെൻ്റെ ഹസ്ബൻഡ്, എനിക്ക് മാരേജ് ആയി എനിക്ക് അറിയില്ല സ്റ്റെല്ല. എൻ്റെ ഹസ്ബൻഡ് കാറിലാ? ഭാഗ്യം, ജങ്കുക്കും അല്ലാത്തൊരു ഭാഗ്യം. അങ്ങനെ സ്റ്റെല്ല മനസ്സിലൊരിക്കാൻ തുടങ്ങി. ജങ്കുക്ക് അവൾക്ക് മാരേജായി. ജങ്കുക്ക് ഒരുവേള ഇവൾ ഒന്ന് തിരിഞ്ഞു നോക്കില്ല. ഇവളെ കോളേജിൽ ബ്യൂട്ടി, അതുകൊണ്ട് ഇവളെ കറച്ചേരി എന്ത് ചെയ്യുക? അങ്ങനെ സ്റ്റെല്ല പറഞ്ഞായിരുന്നു, മനസ്സിലിരിച്ചായിരുന്നു. ഇവളോട് പോയിട്ട് ഞാൻ സ്റ്റെല്ല ഇങ്ങനെ വല്ല സ്റ്റൈലിൽ വല്ല ആളാക്കിയിട്ട് പോയി. അങ്ങനെ ഹീറോയ്ക്ക് രാത്രിയായി. ജങ്കുക്ക് പറയാൻ തുടങ്ങി
ഇന്ന് നീ എൻ്റെ കൂടെ വരാം കേട്ടോ. അതൊന്നും പറ്റില്ല, ഞാൻ പിന്നെ വരാം എന്ന് ജങ്കുക്ക് ഫസ്റ്റ് പോകും പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് പോയി. പിന്നെ അങ്ങനെ ഇതെല്ലാം കണ്ട് പിന്നെ ഇപ്പോൾ സൈൻ ചെയ്യാൻ പോയി. ഫസ്റ്റ് ഹീറോയി പോയി സൈൻ ചെയ്യാൻ തുടങ്ങി. ജങ്കുക്ക് സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് അയ്യോ അയ്യോ ഇവൻ എന്നെ നോക്കി സ്നേഹിച്ചത്. ജങ്കു കൈ പിടിച്ചു. എന്താ ഹെയർ ശരി, ഇത് ഇപ്പോൾ ശരി ഓക്കെ എന്ന് ഹീറോയി ടച്ച് ചെയ്ത് പറയാൻ തുടങ്ങി. ഇത് കറക്റ്റ് എന്ന് ഹീറോയി പറഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തു പോയി. ജങ്കുക്കിന് ഇപ്പോഴൊന്നും നോക്കണ്ട, ജങ്ക് സ്മൈൽ ചെയ്ത് തുടങ്ങി. ഗിഫ്റ്റ് തുറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗുഡുഗുഡ് ഓടിപ്പോയി. ജങ്ക് സ്മൈൽ ചെയ്ത് തുടങ്ങി. ജിമ്മിന് പറയാൻ തുടങ്ങി. ആഹാ നടക്കട്ടെ. വി പറയാൻ തുടങ്ങി. എന്താടാ ഗിഫ്റ്റ് എൻ്റെ വൈഫ് തന്നത്? വി ആണ് ജങ്കുക്ക് അടുത്തുള്ളൂ, നെക്സ്റ്റ് ജിമ്മിനാണ്. ഓ ഗിഫ്റ്റാ. പിന്നെ സ്റ്റെല്ല വന്ന് ഹായ് ജങ്കുക്ക് ഹായ് ജങ്കുക്ക് പറയാൻ തുടങ്ങി. ആ പെണ്ണ് ജങ്കുക്ക് നിങ്ങൾ കാണാൻ ആൻസമായിട്ടുണ്ട്. സ്റ്റെല്ല വെള്ളി ചെയ്യാൻ തുടങ്ങി. മാഡം നിങ്ങൾ ഇവിടെ മാർക്ക് നെക്സ്റ്റ് ആൾ വരട്ടെ. സ്റ്റെല്ല കടുപ്പോയി. ശരി എന്നോർക്ക് സംസാരിക്കാനും അവൾ ഇവിടുന്ന് പോയി. ഇപ്പോൾ ഹീറോ വീട്ടിലൊക്കെ വന്ന് ഹീറോ പറയാൻ തുടങ്ങി. കോളേജെല്ലാം കഴിഞ്ഞല്ലേ ഇപ്പോൾ വരുന്നത് പറഞ്ഞ് ജങ്കുക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ ഹീറോയും കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ജങ്കുക്ക് കൊറിയൊക്കെ പോയി. ഇപ്പോൾ കുറച്ച് ഹീറോയ്ക്ക് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പഠിക്കുമല്ല ഞാൻ കൊറിയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു. ഹീറോയി കൊറിയൊക്കെ വന്നു. ജങ്കുക്കിൻ്റെ വീട്ടിലൊക്കെ വന്നു. സർപ്രൈസ് എന്ന് പറഞ്ഞ് ജങ്കുക്ക് ഭയങ്കര ഹാപ്പിയായി. ജങ്കുക്ക് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയി പ്രഗ്നൻ്റായി. ഇപ്പോൾ ജങ്കുക്ക് പറയാൻ തുടങ്ങി ഞാൻ എല്ലാവർക്കും പറയാൻ പോകാൻ എന്ന്. ജങ്കുക്ക് ഇങ്ങനെ ആയിട്ട് സ്റ്റെല്ല അടുക്ക് വന്നായിരുന്നു കൊറിയയിൽ ഫാൻ മീറ്റിങ്ങിൽ. അങ്ങനെ ഫാൻ മീറ്റിങ്ങിൽ സംസാരിക്കുമായിരുന്നു. ജങ്കുക്ക് പറയാം സ്റ്റെല്ല ഇങ്ങനെ ശരി ഇന്ന് ഞാൻ പ്രൊപ്പോസ് ചെയ്തു ജങ്കുക്ക്. സ്റ്റെല്ല ഇങ്ങനെ എല്ലാ പ്ലാനോടായിരുന്നു. ജങ്കുക്ക് പറഞ്ഞ എനിക്ക് മാരേജായി ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻഡ് ഗേൾസ് എല്ലാവരോടും പറയാൻ തുടങ്ങി. എൻ്റെ വൈഫ് ഇപ്പോൾ സ്റ്റേജിലേക്ക് വരുമോ എന്നെ വിളിച്ചു. മിസ്സസ് ഇങ്ങനെ പേര് വിളിച്ച് ഹീറോയ്ക്ക് സ്റ്റേജിൽ കയറിയിട്ട് വരാൻ നോക്കി. പിന്നെ എല്ലാവരും പിടിച്ചു വെച്ചു. നിങ്ങൾ വൈമാർക്ക് ലൈറ്റ് കാട്ടി ഹീറോയിന്. സ്റ്റെല്ലക്ക് ഷോക്കായി. ഹീറോയി കയറി വന്ന് ഈസ് മൈ വൈഫ് ബേബി വന്നു. ഇപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ഫാമിലി. ജങ്കുക്ക് ഇങ്ങനെ കാര്യം പറഞ്ഞു തുടങ്ങി. സ്റ്റെല്ലക്ക് കടുപ്പാൻ തുടങ്ങി. ഇവളെ ഹസ്ബൻഡ് മാരേജ് കഴിച്ചോ എന്ന് സ്റ്റെല്ല കടുപ്പാൻ തുടങ്ങി. സ്റ്റെല്ലക്ക് ടെൻഷനാകാൻ തുടങ്ങി. സ്റ്റെല്ല പറഞ്ഞു തുടങ്ങി ഡ്രില്ലടി നിന്ന് ഹീറോ ഇങ്ങനെ കാറിൽ കയറാൻ ജങ്കുക്കരോട് സംസാരിക്കായിരുന്നു. സ്റ്റെല്ല വന്നു. എന്തോടി നീ ചെയ്ത് ഹീറോയിനെ തയ്ക്ക വന്നു. ജങ്കുക്ക് പിടിച്ചു. എന്താ പ്രശ്നം നടന്നു? നിങ്ങൾ വലിച്ചോളി ഇവള് ഞാൻ നിങ്ങളടുത്ത് ലവ് ചെയ്തോ നിങ്ങൾക്ക് എന്ന് ജങ്കുക്ക് പറയാൻ തുടങ്ങി. ഞാനാ ഇവൾക്ക് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്, അതുകൊണ്ട് ഞാനാ മാരേജ് ചെയ്തു. ഹീറോയ്ക്ക് ഷോക്ക്. ഇത് മാരേജ് നടന്നതാണായിരുന്നു. ജങ്കുക്ക് പറഞ്ഞു അതൊന്നുമില്ല. അങ്ങനെ ഹീറോയി ഒന്നും